ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ലോങ് ഷ്രഗിനെ എങ്ങനെ ഷോർട്ട് ടോപ്പ് ആക്കിയിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ലോങ് ഷ്രഗ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ഈ ഷ്രഗ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെന്നുള്ളത് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇതിനിപ്പോൾ ഞാൻ അതിനൊരു ഷോർട്ട് ടോപ്പ് ആക്കിയിട്ട് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ബാക്ക് വശം ഇതേ രീതിയിൽ നീളത്തിൽ മടക്കി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 26 ഇഞ്ചിലാണ് നമുക്കിതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്, ആ ഷോർട്ട് ടോപ്പിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 26 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. ഇവിടെ കട്ട് ചെയ്തെടുക്കും 26 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട്. ഇനി ഇതിൻ്റെ ചെസ്റ്റ് വശം 10 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ഒരു നോട്ടിട്ട് ടൈപ്പിലായിട്ടുള്ളൊരു മോഡലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതേ രീതിയിൽ ഫുള്ളായിട്ട് തന്നെ 10 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് വശം 26 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫ്രണ്ട് വശം മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 23 ഇഞ്ചിലാണ് ഫ്രണ്ട് വശം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് വശം എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് എടുക്കുക. ചെസ്റ്റ് ഭാഗം 10 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഫുള്ളായിട്ട് 10 ഇഞ്ചിൽ ചെസ്റ്റ് ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് വശം 26ഉം ഫ്രണ്ട് വശം 23 ഇഞ്ചിലായിട്ടാണ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒന്നിച്ചന്നെ ഇവിടെ 26 ഇഞ്ചിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ രണ്ട് സൈഡ് എങ്ങനെയാണെന്ന് സ്റ്റിച്ച് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അത് നമുക്ക് ഫ്രണ്ട് വശം ലെങ്ത്ത് കുറച്ചിട്ടാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഒരു സൈഡ് വശത്തെ സ്റ്റിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ഫ്രണ്ട് വശം 23 ഇഞ്ചാണ്. അത് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് എടുക്കുക. ഇഞ്ചിലായിട്ട് ഫ്രണ്ട് വശം മാത്രമായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബാക്ക് വശം 26 ഇഞ്ചിൽ ഒരു കോൺ ഷേപ്പിലായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്, ഒരു കേർവ് ഷേപ്പിലായിട്ട്. അപ്പോൾ ഇതിനങ്ങനെ പിൻ ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വൃത്തിയുള്ള കട്ടിങ് കിട്ടും. ഇവിടെ സൈഡ് 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടിവശം 4 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു കേർവ് ഷേപ്പിൽ വരച്ചു കൊടുക്കുകയാണ്. ഈ ആ ഒരു മാർക്കിലൂടെ കട്ട് ചെയ്തെടുക്കുക. ബാക്ക് വശം ഈ ഒരു മോഡലിലാണ് കിടക്കുക. ഇവിടെ ചെസ്റ്റ് വശത്ത് നമുക്ക് ഒരു 1.5 ഇഞ്ചിൽ പീസ് എടുക്കാം. ലോങ് ആയിട്ട് തന്നെ ഫുൾ റൗണ്ടിലുള്ള ലോങ്ങിൽ തന്നെ 1.5 ഇഞ്ചിൽ എടുക്കുക. നമ്മളിവിടെ സ്റ്റിച്ചിങ് മെത്തേഡ് നോക്കാം. ആദ്യം നമ്മളവിടെ സ്റ്റിച്ച് പൊട്ടിച്ചെടുത്ത ഭാഗത്തുള്ള രണ്ട് സൈഡ് വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇനി അടിവശം ചെറുതായിട്ട് മടക്കിയെടുക്കുക. അത് ഫ്രണ്ടും ബാക്കും ഒരേ രീതിയിൽ ഫുള്ളായിട്ട് തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ചെറിയ രീതിയിലുള്ള ഒരു മടക്കിയിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ കേർവ് ഷേപ്പുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിർത്തിയിട്ട് വലിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ വൃത്തിയിൽ തന്നെ സ്റ്റിച്ചിങ് കിട്ടും. അപ്പോൾ നമ്മൾ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെറിയൊരു വീതിയിലായിട്ടാണ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് വശം ഓപ്പൺ ആയിട്ടാണ് സ്ട്രഗ് ടൈപ്പ് ആയ ഒരു ലോങ് ടോപ്പ് ആയത് കാരണം അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രണ്ട് വശം ഞാൻ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കയറ്റി വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ അടിവശത്തു നിന്ന് മേലോട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഒരു പരത്തി സ്റ്റിച്ചിങ് ആണ് ചെയ്യുന്നത്. മേൽവശത്ത് വെച്ച് കയറ്റി വെച്ചിട്ട് ഉള്ള ആ ഒരു പരത്തി സ്റ്റിച്ചിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത്.
ഇതിൻ്റെ നെക്കിൻ്റെ ആ ഒരു മോഡൽ വരുന്നത് വി ഷേപ്പിലാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ആ ഒരു ചേർത്തുള്ള സ്റ്റിച്ചിങ് ആ വി ഷേപ്പ് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ രീതിയിൽ ഫ്രണ്ട് വശം ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ആ ഒരു 10 ഇഞ്ചിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള പീസാണ്. 1.5 ഇഞ്ച് വീതിയിലുള്ള ലോങ് ആയിട്ടുള്ള പീസ് തന്നെ എടുത്തിട്ടുണ്ട്. അത് ഇതേ രീതിയിൽ ഫുള്ളായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് അത് ആ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ആദ്യം ചീത്ത വശത്തോട്ടായിട്ട് ചെറിയ ഒരു 1/4 ഇഞ്ചിലും കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് 2 വശവും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒറ്റ മടക്കിലായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ രീതിയിൽ 2 വശവും 1/4 ഇഞ്ചിലും കുറച്ചായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇതിനെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശത്ത് നമ്മൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം വെച്ചിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പെന്നോണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ലൈനിൽ വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന വശം ആ ഒരു 2 സൈഡ് മടക്കി വെച്ച ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉള്ളിലോട്ടാവണ തരത്തിൽ നമ്മൾ കാണുന്ന വശം നല്ല വശം ആവണം. ആ രീതിയിൽ ആ പെന്ന് കൊണ്ട് മാർക്ക് ചെയ്ത് ആ ലൈനിലൂടെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് നമ്മളിവിടെ ചെറുതായിട്ട് 1/4 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ സ്റ്റിച്ചിങ് ലൈനിൽ കൂടെ തന്നെ വേണം ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഫുള്ളായിട്ട് റൗണ്ടിൽ ഫുള്ളായിട്ട് തന്നെ ഈ ഒരു പീസിന് പരത്തി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മറ്റേ സൈഡും അതേ രീതി തന്നെയാണ് പരത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ 1/4 ഇഞ്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ 2 സൈഡും കൂടി ഇങ്ങനെ ചേർന്ന് വരുന്ന രീതിയിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഫ്രണ്ട് വശത്ത് എത്തിയിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്ക് 1/4 ഇഞ്ചിലും കുറഞ്ഞ രീതിയിൽ വീതിയിലും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഒരു 1 ഇഞ്ച് വീതിയുള്ള പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ആ ഒരു നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അതിൻ്റെ ഉള്ളിലൂടെ കയറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മളിങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ ഒരു പിൻ ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിൽ ഈ ഒരു പീസിനെ ഉള്ളിലോട്ട് എടുത്തിട്ട് ഇവിടെ നമ്മൾ പരത്തി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പീസിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് കയറ്റി കൊടുക്കുകയാണ്. ഈ ഒരു കയറിനെ ഫുള്ളായിട്ട് റൗണ്ടിൽ ഇങ്ങനെ ഉള്ളിലൂടെ കയറ്റി വന്നിട്ട് മറ്റേ സൈഡിലൂടെ പുറത്തോട്ട് എടുക്കുക ഇതേ രീതിയിൽ. നമ്മൾ ഈ ഒരു മോഡലുള്ള ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീവ് നമ്മൾ മുന്നേ സ്റ്റിച്ച് ചെയ്ത ആ ഒരു മോഡലാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗമാണ് ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇവിടെ ബാക്ക് വശം ഇങ്ങനെ ഇറങ്ങിക്കിടന്നിട്ടും അപ്പ് ആൻഡ് ഡൗൺ മോഡലായിട്ടാണ് ഇതിൻ്റെ ആ ഒരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ചിങ് വരുന്നത്.